നീ ബുദ്ധിശാലിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ വീണ്ടും ഇങ്ങോട്ടേക്ക് കയറി പറ്റിയത്. അവര് വിളിച്ചു, നീ വന്നു, സമ്മതിച്ചു. അച്ഛനെ നോക്കാനല്ലേ നിന്നെ വിളിച്ചത്. നീ പോയി അത് ചെയ്. നീ എന്തിനാ എന്റെ മുന്നിൽ വരുന്നത്? എനിക്ക് നിന്നെ ഇഷ്ടമല്ല. അനുപമ ടീച്ചർക്ക് എന്നെ ഇഷ്ടമായാലും ഇല്ലെങ്കിലും എനിക്കത് പ്രശ്നമല്ല. ഇവിടെ ഉള്ളവര് പറയുന്ന എന്ത് ജോലിയും ഞാൻ ചെയ്യും, ആർക്കു മുന്നിലും വരും. ടീച്ചർക്ക് വേണ്ടെങ്കിൽ ചായ കുടിക്കണ്ട. ഇവിടെ കല്യാണി ഉണ്ടല്ലോ. കല്യാണി, ചായ കുടിക്ക. അവളുടെ ഒരു ചായ. കുറച്ചു ദിവസം ഇങ്ങനെയൊക്കെ കാണും. പുറത്തുപോയ ആളല്ലേ. നിനക്കുള്ള ചായ ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാം. വേണ്ട ചേച്ചി. എങ്കിൽ താൻ പ്രാക്ടീസ്. ഞാനിത് തുടയ്ക്കാനുള്ള തുണി എടുത്തിട്ട് വരാം. ആ, നമുക്കിന്ന് ഒന്നിച്ചു പോണം കേട്ടോ. ഞാനിന്ന് നേരത്തെ ഇറങ്ങും. ചേച്ചി, എന്താ കല്യാണി? ചേച്ചി, എന്തിനാ നീ കരയുന്നേ? ഓ, തന്റെ വിവാഹ കാര്യം ഞാനത് മറന്നിട്ടൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഇന്ന് തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കാം. ഞാനൊരു വഴി കണ്ടിട്ടുണ്ടടി. കരയാതെ കല്യാണി, ധൈര്യമായിരിക്കെ. ഞാനില്ലേ കൂടെ. റോഷൻ, ചായ കുടിക്ക്. എന്താ ഇങ്ങനെ നോക്കുന്നത്? അഞ്ജലി തന്നെയാണോ നോക്കിയതാ? തനിക്ക് ഇങ്ങനത്തെ ഏർപ്പാടൊക്കെ അറിയാല്ലേ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കളിയാക്കല്ലേ റോഷൻ. വീട്ടിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാ. മരുമകളായി ഞാൻ ഇവിടേക്കൊന്ന് വരട്ടെ. ഈ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്ന ഞാനായിരിക്കും. ദാ ചായ കുടിക്ക്. നിന്നെ ചായ ഉണ്ടാക്കാൻ ആരാ പഠിപ്പിച്ചേ? അമ്മ. നിന്റെ അച്ഛൻ അമ്മയെ ഡിവോഴ്സ് ചെയ്താണോ? എന്തേ? അല്ല, ഇങ്ങനെ ഒരു ചായ ഉണ്ടാക്കി കൊടുക്കുന്ന ഭാര്യയെ ഒരു ഭർത്താവും അധികകാലം കൂടെ നിർത്തില്ല. റോഷൻ തമാശയൊക്കെ പറയുമല്ലേ? എന്തൊരു ചായ ഇത്. ഇത് നീ തന്നെ കുടിച്ചാ മതി. ചെല്ലേ അഞ്ജലി, ഒന്നേ. കെട്ട് കഴിഞ്ഞിട്ടില്ല. എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വരുന്നത്? ഇതൊരു മോശം ഏർപ്പാടാ, ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ. എന്തുകൊണ്ടാ ഇങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയാം. ഞാൻ ഇവിടെ നിൽക്കുന്നത് പാരയാകും അല്ലേ? വന്ന് കയറിയിട്ടുണ്ടല്ലോ. എന്താ മോനെ ഇത്? നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണല്ലേ അവള്? ഇങ്ങനെയൊക്കെ പെരുമാറാമോ? അമ്മയോട് ഞാൻ ചോദിച്ചോട്ടെ, സ്നേഹം എന്നാ എന്താ? സ്നേഹം എന്നാ നിനക്കെന്താ? എന്തായാലും എനിക്ക് അഞ്ജലിയോട് അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നിയിട്ടില്ല. എനിക്ക് അവളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, ഇഷ്ടം തോന്നുന്നില്ല. ഓ, അതൊന്നും ഒരു പ്രശ്നമല്ല. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ സ്നേഹം തിരിച്ചറിയാൻ വൈകും. ശരിയാത്. ഇപ്പോ സ്നേഹം തോന്നിയില്ലെങ്കിലും വിവാഹശേഷം സ്നേഹം തോന്നിക്കോളും. വിവാഹത്തിന് മുമ്പ് എനിക്ക് ഇങ്ങേരോട് ഒരു സ്നേഹവും തോന്നിയിട്ടില്ല. അതും പറഞ്ഞ് അന്ന് ഞാൻ ഈ ബന്ധം വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റായി അത് മാറിയാനെ. അപ്പോ വിവാഹത്തിന് മുമ്പ് നീ എന്നെ സ്നേഹിച്ചിരുന്നില്ല? ഇല്ല, വിവാഹശേഷമല്ലേ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ ജീവനായി മാറിയില്ലേ?
മോനെ, എന്റെ അനുഭവത്തിൽ നിന്ന് പറയാ, വിവാഹശേഷവും പ്രണയിക്കാം. ഭാര്യാഭർത്താക്കന്മാര് തമ്മില് വിവാഹത്തിന് മുമ്പുള്ളതിനേക്കാൾ സൂപ്പറായിരിക്കും വിവാഹത്തിന് ശേഷമുള്ള പ്രണയം. നിന്റെ സന്തോഷമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനാണ് ഈ വിവാഹം ഉറപ്പിച്ചത്. ഇപ്പോഴത്തെ കാര്യം മറക്ക്. വിവാഹശേഷം നിനക്ക് അവളോട് സ്നേഹം തോന്നിക്കോളും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും മോനെ, വിഷമിക്കാതെ. നീ പോവാൻ റെഡിയായി നിൽക്കുകയാണല്ലേ? എന്താ പറ്റിയത് നിനക്ക്? നീ പഴയ കല്യാണിയല്ല. നിന്റെ പ്രശ്നം സോൾവ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, എന്നിട്ടും ഒരു മാറ്റവും. നിന്റെ അച്ഛനോട് വന്ന് സംസാരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മുത്തശ്ശിയുടെ മുന്നിൽ പെടും. ഇനി ഞാൻ പറഞ്ഞാലും നിന്റെ അച്ഛൻ അംഗീകരിക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് നിന്റെയും വിപിന്റെയും വിവാഹം നടക്കാതിരിക്കാൻ ഒറ്റ വഴിയെ ഞാൻ കാണുന്നുള്ളൂ. വിപിനെ താൻ നേരിട്ട് ചെന്ന് കാണുന്നു. ഈ വിവാഹത്തിന് തനിക്ക് സമ്മതമല്ലെന്ന് നേരിട്ട് പറയുന്നു. അയ്യോ, അതൊന്നും വേണ്ട. എന്തിനാ പേടിക്കുന്നേ? ഞാൻ തന്റെ കൂടെ വരാം. അതൊന്നും വേണ്ട ചേച്ചി. കല്യാണം മുടക്കിയ മുത്തശ്ശി പൊറുക്കില്ല. ആ പേടിയാണോ നിനക്ക്? മുത്തശ്ശിക്ക് എന്ത് തീരുമാനവും എടുക്കാം. അവന്റെ കൂടെ ജീവിക്കേണ്ടത് നീയാണെന്ന് ഓർക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്രിമിനൽ അവൻ. ചേച്ചി പറയുന്നതൊക്കെ ശരിയാ, പക്ഷേ ഒരു പക്ഷേയില്ല. മുത്തശ്ശിയെ പിന്നീട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അതിന് നമുക്ക് രാഹുൽ സാറിന്റെ സഹായം തേടാം. ഇപ്പൊ തന്നെ നമുക്ക് അവനെ ചെന്ന് കാണാം. നീ അവനെ വിളിച്ച് നിനക്ക് സൗകര്യമുള്ളൊരു സ്ഥലത്തേക്ക് എത്താൻ പറ. അത് വേണോ? വേണം. ഈ കല്യാണം നടക്കാതിരിക്കാൻ അതേ വഴിയുള്ളൂ. നീ വിളിക്കവനെ. എന്നാലും രാജേഷ് വരാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോടാ. അവൻ വരട്ടെ, എന്നിട്ട് വേണം അവന്റെ കാരണക്കുട്ടിക്കൊന്ന് പൊട്ടിക്കാൻ. ഹലോ ഹലോ വിപിൻ, ഞാൻ കല്യാണിയാ. എനിക്ക് വിപിനെ നേരിട്ടൊന്ന് കാണണമായിരുന്നു. ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ കല്യാണി? ഒക്കെ നേരിട്ട് കണ്ടു പറയാം. വിപിൻ പെട്ടെന്ന് തന്നെ പാലച്ചോട് ബസ് സ്റ്റോപ്പിന് സമീപത്ത് എത്താൻ പറ്റുമോ? ഞാൻ വരാം. നേരിട്ട് കാണാം. ഒരു അരമണിക്കൂർ. ശരി വിപിൻ. ഓക്കെ ഓക്കെ, ശരി. നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. നമുക്ക് കാണാൻ സംസാരിക്കാന്നല്ലേ പറഞ്ഞത്, പിന്നെന്തിനാ മറ്റൊരാള്? ചോദിച്ചു കേട്ടില്ലേ? ഇവളെനിക്ക് അനിയത്തിയെ പോലെയാ. ഞാൻ തന്നോട് ചോദിച്ചില്ല. കല്യാണി, നമ്മൾ സംസാരിക്കുന്നിടത്ത് മറ്റൊരാൾ വേണ്ട. ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചാണെന്ന് അറിയാലോ. ഞങ്ങൾക്ക് പല കാര്യങ്ങളും സംസാരിക്കാനുണ്ടാവും. അതിനിടയിൽ ഒരു ശല്യമായി താൻ വേണ്ട. മൂന്നാമതൊരാൾ കേൾക്കാൻ പാടില്ലാത്ത ഒന്നും ഇവൾക്ക് നിന്നോട് പറയാനില്ല. നമ്മൾ തമ്മിൽ മുമ്പ് ഉടക്കിയതാ, മറന്നോ? ഹേയ്, മറന്നിട്ടില്ല. തന്റെയൊക്കെ അസുഖത്തിന്റെ മരുന്ന് അന്ന് രാഹുൽ രവീന്ദ്രൻ തന്നിരുന്നല്ലോ. അവനെ കൊണ്ട് തന്നെയായിരിക്കും നീ എന്റെ അച്ഛനെ വിളിപ്പിച്ചത്. ഞങ്ങളുടെ വിവാഹം മുടക്കാനായി. കല്യാണി, ഇവള് നമ്മുടെ വിവാഹം മുടക്കാൻ നോക്കിയതാ. നിനക്കും അതറിയാം. എന്നിട്ട് നീ എന്തിനാ ഇവളെ കൂടെ കൂട്ടി? കല്യാണി, എന്തിനാ നമ്മൾ ഇവനെ കാണാൻ വന്നത്? അത് പറയാം. എന്തിനാ ഭയപ്പെടുന്നേ? നിന്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യം പറയേണ്ടത് മുഖത്ത് നോക്കി പറഞ്ഞേ പറ്റൂ. വിപിൻ, എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല.
മനസ്സിൽ താനില്ല. എനിക്ക് തന്നെ സ്നേഹിക്കാനും കഴിയില്ല. പിന്നെന്തിനാ വെറുതെ? എന്താ നീ ഇങ്ങനെ പറയുന്നേ? എന്തുകൊണ്ട് നിനക്ക് വിവാഹത്തിന് താല്പര്യമില്ല? പറ കല്യാണി. മറുപടി ഞാൻ പറയാം. താൻ ഒരു ക്രിമിനലാ. തന്നെ പോലൊരുത്തനെ വിവാഹം കഴിച്ച് ജീവിതം നശിപ്പിക്കാൻ ഇവക്ക് മനസ്സില്ല. അത് ഇവള് പറയട്ടെ. ഞാൻ ക്രിമിനലാണ്, കൊള്ളരുതാത്തവനാണെന്ന് ഇവള് പറയട്ടെ. കീർത്തി ചേച്ചി പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളത്. നിങ്ങളൊരു ക്രിമിനലാണ്. കല്യാണി, ഇത് നീ മനസ്സിൽ തട്ടി പറയുന്നതല്ല. നിന്നെ ബ്രെയിൻ വാഷ് ചെയ്യിച്ച് ഇവള് പറയിപ്പിച്ചതാ. അല്ല വിപിൻ, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് പറയുന്നതാ. ഈ വിവാഹം നടക്കില്ല. എനിക്കിതിന് താല്പര്യമില്ല. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഡിവോഴ്സ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് വിവാഹം കഴിക്കാതിരിക്കുന്നതല്ല വിപിൻ. ഇവളൊരു പാവം പെണ്ണാ. തനിക്ക് ചേർന്ന പെണ്ണല്ല. താൻ ഏതെങ്കിലും കള്ളിയെയോ കൊലപാതകയോ വിവാഹം കഴിക്കും. അതാ തനിക്ക് ചേരുക. ഹലോ അമ്മേ. നീ വീട്ടിലേക്ക് വരുന്നില്ലേ? ഞാനിന്ന് വീട്ടിലേക്ക് പെട്ടെന്ന് വരില്ല. രാത്രി വൈകി നോക്കാം. ഇവിടെ ഇന്നേ എന്റെ വക നാടകം അരങ്ങേറുന്നുണ്ട്. പിടിച്ചു നിൽക്കണ്ടേ അമ്മേ? നാടകോ? അതെ. ഇവിടെ ഉള്ളവർക്ക് എന്നോട് ഇത്തിരി മുഷിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ. അത് മാറ്റണം. ഇവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ശ്രമിക്കണം. ഇവർക്ക് എന്നോട് എത്രമാത്രം സ്നേഹം ഉണ്ടെന്ന് അളക്കണം. എന്തെങ്കിലും അസുഖം അഭിനയിക്കണം. അപ്പൊ അവരെങ്ങനെ പെരുമാറുമെന്ന് അറിയണല്ലോ. അതൊന്നും വേണ്ട അഞ്ജലി. നീ വീട്ടിലോട്ട് വരാൻ നോക്ക്. അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നേ? ഞാൻ വൈകി വരുള്ളൂന്ന് പറഞ്ഞതല്ലേ. ചിലപ്പോ വന്നില്ലെന്നും ഇരിക്കും. ഞാൻ ഇന്ന് രാത്രി വീട്ടിൽ കാണില്ല. അതാ നിന്നോട് വരാൻ പറഞ്ഞേ. അമ്മ ഇന്ന് രാത്രി വീട്ടിലുണ്ടാവില്ലേ? എവിടെ പോന്നു? വല്യമ്മയുടെ വീട് വരെ പോണം. അവർക്ക് സുഖമില്ലാത്തതല്ലേ. ഇന്ന് അവിടെ താമസിച്ച് നാളെ എത്താൻ പറ്റൂ. കൊഴപ്പില്ല, നാളെ വന്നാ മതി. വീടിന്റെ താക്കോല് ഉമ്മർത്ത് കാർപ്പറ്റിനടിയിൽ വെച്ചാ മതി. ഞാൻ എടുത്തോളാം. ശരി. പഠിച്ച കള്ള് തന്നെ അവള്. കണ്ടില്ലേ റോഷ, കീർത്തി വന്നു, അച്ഛന്റെ മുട്ടുവേദനയും മാറി. ആ സന്തോഷം കണ്ടില്ലേ? കുറെ സമയമായി മുത്തശ്ശൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അത് കാലുവേദന മാറിയെന്ന് നിന്നെ കാണിക്കാനാ. ഇതാ പറയുന്നത്, ചിലർ വരുമ്പോ മുട്ടുവേദന വഴിമാറുന്നു. അല്ല, ചരിത്രം വഴിമാറുന്നല്ലേ? അതെ, അങ്ങനെയും പറയാം. ഞാൻ ഇറങ്ങാ. ഞാനിവിടെ നിൽക്കുന്നത് ചിലർക്കൊന്നും ഇഷ്ടമല്ല. നീ പോവാണോ? അത് പറഞ്ഞപ്പോ റോഷന്റെ മുഖത്ത് സന്തോഷം കണ്ടോ? അച്ഛ, അയ്യോ മോളെ, വെള്ളം എടുത്തോണ്ട് വാ. എന്താ പറ്റിയ മോളെ? തല കറങ്ങുന്നു. ഇപ്പോഴും ഉണ്ടോ? ചെറുതായിട്ട്. ഹോസ്പിറ്റലിൽ പോണോ അഞ്ജലി? വേണ്ട വേണ്ട, എനിക്ക് വീട്ടിൽ പോണം. പിന്നെ ഈ അവസ്ഥയിൽ നിന്നെ വീട്ടിൽ വിട്ടത് തന്നെ. ഹോസ്പിറ്റലിൽ പോമോളെ. വേണ്ട, കുറച്ച് സമയം നോക്കാം. സുഖായില്ലെങ്കിൽ പോകാം. എന്താ പറ്റി? അഞ്ജലി തലകറങ്ങി വീണു മോനെ. പണി തരാം മോളെ. എന്നിട്ട് ഇവിടെ ഇരിക്കണോ? ഹോസ്പിറ്റലിൽ പോവാം, വാ. പോകണ്ടെന്ന് അവള് പറയുന്നത്. എന്ത് പണി ഇപ്പൊ കൊടുക്ക? തലകറക്കം മാറാനുള്ള കഷായം മുത്തച്ഛന്റെ കയ്യിലില്ലേ? പറ.
ആ കഷായം കഷായം കൊണ്ടുണ്ട്. അത് കുടിച്ച തലകർക്ക് അപ്പ മാറും. എടുക്കട്ടെ 2 ഔൺസ്? അതൊന്നും വേണ്ട. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കഴിക്കരുത്. ഇതിനങ്ങനെയൊന്നുമില്ല. തലകർക്കുള്ള ആർക്കും കഴിക്കാം. ഡോക്ടറിനെ കുറിപ്പടിയൊന്നും വേണ്ട. ഡോക്ടറെ കൂർപ്പടി ഉണ്ടായിട്ടാണോ ഞാൻ കഷായം കഴിക്കണത്? ഇവിടുത്തെ ഫംഗ്ഷന്റെ തലേ ദിവസം ഞാനൊന്ന് തലകറങ്ങി വീണു. കീർത്തിയായി കഷായം വാങ്ങി തന്നത്. ഞാനും കൂടെ പോയിരുന്നു. അത് കുടിച്ചതിന് ശേഷം പിന്നെ എനിക്ക് തലകറക്കേ ഉണ്ടായിട്ടില്ല. സമയങ്ങളെ അത് കഷായം എടുത്തുണ്ടോ മുത്തശ്ശ? അതെ, ഇപ്പൊ കൊണ്ടുവരാം. ഇന്ന് ഇവളുടെ തല ഞാൻ ശരിക്കും കറക്കും. എനിക്ക് തലകറക്കത്തിന് വ്യത്യാസമുണ്ട്. കഷായം വേണ്ട. ഞാൻ കുറച്ച് സമയം ഒന്ന് കിടക്കട്ടെ. കഴിച്ചിട്ട് പോയി കിടക്കാം. അഞ്ജലി ഇവിടെ ഇരിക്കും. നിങ്ങട് മാറി. അതാണ് എടുത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ ഇവിടെ ഉള്ളവർക്ക് വിഷമാവില്ല. എടുത്തി എനിക്ക് വേണ്ട. കുടിക്കേ കഴിക്കെടുത്തി. തലകർക്ക് മാറി കുടിക്കാൻ അഞ്ജലി. തുറക്ക്. കുടിക്കേ പോളെ. നല്ല കയ്പും നാറ്റവും കാണും, പക്ഷെ ബെസ്റ്റാ. തലകറക്കം മാറും. എന്നാ കുറച്ചുകൂടെ എടുക്കട്ടെ? വേണ്ട വേണ്ട. ഇനി ചെന്ന് വിശ്രമിക്കും മോളെ. ചെല്ല്. നീ എന്താടാ നോക്കിയിരിക്കുന്നെ? കൂടെ ചെല്ല്. അയ്യോ, കഷായത്തോടെ തലകറക്കം മാറിയാ മതിയായിരുന്നു. എന്ത് കഷായത്? എനിക്ക് വയറുവേനക്ക് വാങ്ങിയതാ. ഇരിക്കട്ടെ. അയാളുടെ തലകറക്കം കളി നമ്മളോട് കൊടുകൈ പിടിപടി. നീ എങ്ങോട്ട് പോണു? അതെ, എനിക്കൊരു ചെറിയ പരിപാടി ഉണ്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, സമയമാകുമ്പോ പറയാം. ഓ ഏറെ നേരമേ നമ്മൾ സംസാരിക്കുന്നു. ഇപ്പൊ വിപിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ. തന്റെ മുന്നിൽ കഴുത്ത് നീട്ടിത്തരാൻ ഇവക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ വിവാഹത്തിൽ നിന്ന് താൻ പിന്മാറണം. ഞാൻ സംസാരിച്ച കാര്യം വിപിൻ വീട്ടിൽ പറയണം. എനിക്കിഷ്ടമല്ലെങ്കിൽ ഈ വിവാഹം വേണ്ടെന്നേ അവര് പറയൂ. ഇതിന്റെ പേരിൽ വിപിൻ വൈരാഗ്യമൊന്നും മനസ്സിൽ സൂക്ഷിക്കരുത്. ഇവളുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വം ഇവള് നോക്കിയല്ലേ പറ്റൂ. തനിക്ക് ആദ്യം കാര്യം മനസ്സിലായില്ല, ഇപ്പൊ മനസ്സിലായി. ഞങ്ങൾ തീരുമാനം എടുത്തിട്ടാ വന്നത്. ഇനി വീട്ടുകാർ തമ്മിൽ സംസാരിച്ച് ഗുഡ് ബൈ പറയട്ടെ. വിപിൻ വേണോ അത് ചെയ്യിക്കാൻ? അവൻ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ ചേച്ചി. അവന് കാര്യം മനസ്സിലായി. അവൻ വീട്ടിൽ ചെന്ന് നമ്മൾ സംസാരിച്ചതൊക്കെ പറയും. വീട്ടുകാരുടെ സമ്മതത്തോടെ അവൻ വിവാഹത്തിൽ നിന്ന് പിന്മാറും. തനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന് മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? അതിൽ പരം എന്ത് വേണം? ആത്മാഭിമാനമുള്ളവർ പിന്മാറാതിരിക്കില്ല. താൻ ധൈര്യമായിട്ട് വീട്ടിലേക്ക് ചെല്ല. മുത്തശ്ശി അവര് വിളിക്കും. മുത്തശ്ശി പ്രശ്നം ഉണ്ടാക്കുമായിരിക്കും. നീ ഗൗനിക്കേണ്ടതില്ല. നിന്റെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി.
താൻ വീട്ടിലേക്ക് ചെല്ല, ഞാൻ വന്നോളാം. ഹലോ. ഹലോ, താനിവിടെ ഉള്ളേ? ഞാൻ പുറത്തൊരിടത്താ ഉള്ളത്. എന്തിനാ വിളിച്ചേ? അഞ്ജലി ഇവിടെ ഉണ്ട്. അവള് നന്നായിട്ട് അഭിനയം കാഴ്ചവെച്ചോണ്ടിരിക്കുക, എന്റെ ഫാമിലി ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി. ഓ, രാത്രി വൈകും വരെ അവളുടെ ആക്ടിങ് തുടരും. അവളെ ചെയ്യട്ടെ. അതേസമയം നമ്മൾ മറ്റു ചിലത് ചെയ്യുന്നു. അതോടെ അഞ്ജലിയുടെ പെർഫോമൻസിന്റെ ഒരു അവസാനമാവുന്നു. മനസ്സിലായില്ല. അഞ്ജലി ഇന്ന് രാത്രി വൈകി അവളുടെ വീട്ടിലേക്ക് എത്തൂ. അവളുടെ അമ്മയെ ഇന്ന് രാത്രി വീട്ടിലില്ല. രണ്ടുപേരുടെയും ഫോൺ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയതാ. എന്താ പ്ലാൻ? നമ്മൾ ഇന്ന് രാത്രി അഞ്ജലിയുടെ വീട്ടിൽ പോകുന്നു. വീടിന്റെ താക്കോൽ എവിടെയാന്ന് എനിക്കറിയാം. നമ്മൾ വീട് തുറക്കുന്നു, വീടിനകം സെർച്ച് ചെയ്യുന്നു. അവളുടെ ബോയ് ഫ്രണ്ടിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും സൂചന കിട്ടുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. വല്ല ഫോട്ടോയോ ആൽബോ ഗിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും അവിടെ കാണുമോ നോക്കാം. അവനവിടെ വരാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. അങ്ങനെയാണെങ്കിൽ കൈയോടെ പിടികൂടാം. എന്തായാലും ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് അഞ്ജലിയുടെ വീട്ടിൽ പോകുന്നു. കള്ളന്മാരെ പോലെ അഞ്ജലിയുടെ വീടിനകത്ത് കയറണമെന്നാണോ പറയുന്നത്? നമ്മൾ മോഷ്ടിക്കാനല്ല പോകുന്നത്. തെറ്റ് ചെയ്തവരുടെ മുഖം മൂടി അഴിക്കാനുള്ള തെളിവ് കണ്ടെത്താനാ പോകുന്നത്. ശരിയായിരിക്കാം. എങ്കിലും ആരെങ്കിലും കണ്ടുപിടിക്കാനും ചെയ്താൽ നമ്മൾ അകത്തു പോവും. ആരും കാണാനൊന്നും പോകുന്നില്ല. അഞ്ജലി ഇവിടെയാ. അവളുടെ അമ്മ വീട്ടിലുണ്ടാവില്ല. പിന്നെ ആര് കാണാനാ? അതെ കീർത്തി, ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ച് അഞ്ജലിയുടെ വീട്ടിൽ പോകുന്നു. നമുക്ക് വേണ്ട തെളിവ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കും. ശരി, നമുക്ക് പോവാം.